ഡീമനോളജിയെ പറ്റി മറ്റു മതങ്ങളിലേക്ക് നോക്കുമ്പം സർവ ഗോത്രങ്ങളും ജനതകളും മതങ്ങളും എല്ലാം പൈശാചിക അരൂപികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഡീമൻസ് എന്നൊരു വാക്കാണ്. അത് എന്താ എന്നതാ എവിടെ നിന്നൊക്കെയുള്ള പലരും പിടിയില്ല. അങ്ങനെ ഒത്തിരി കലയും കിടക്കുന്ന അവസ്ഥയുണ്ട്. അതിനകത്ത് ആദ്യമായിട്ട് മനുഷ്യ ചരിത്രത്തിൽ ഈ പൈശാചികമായ ലോകത്തുള്ള അരൂപികൾ ഇതൊരു രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് പഠിപ്പിച്ച വ്യക്തി ഈശോയാണ്. ഈശോയ്ക്ക് മുമ്പ് ആരും അങ്ങനെ ഒരു വെളിച്ചം തന്നിട്ടില്ല. പിശാചുക്കൾ, സാത്താൻ എന്നു പേരുള്ള ലൂസിഫർ എന്നൊക്കെ ബൈബിൾ പറയുന്നതായ ഒരു പിഴച്ച മലാഖ ദൂതൻ അവൻ്റെ കീഴിൽ ഒരു രാജ്യമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെ ഒരു വെളിച്ചം ഈ തലത്തെപ്പറ്റി ആദ്യമായിട്ട് തെളിച്ച് വ്യക്തമായിട്ട് പറഞ്ഞ വ്യക്തി ഈശോ, നസ്രത്തിലെ ഈശോയാണ്. അപ്പം ആ ഒരു വെളിച്ചം ഒരു അറേഞ്ച്ഡ് കിങ്ഡം, ഒരു ഹയറാർക്കിയുള്ള കിങ്ഡം, അങ്ങനെ ഒരു കാഴ്ച ഈശോ തന്നു. അതുകൊണ്ട് തന്നെ എക്സോർസിസം എന്ന് പേരായ ബഹിഷ്കരണം, ഭൂതോച്ചാടനം എന്ന് പറയുന്നതിനെ പറ്റിയും ഒരു പുതിയ വെളിച്ചം ഈ ലോകത്തിൽ ആദ്യം തന്നത് ഈശോയാണ്. അതുകൊണ്ടാണ് ഈശോ എന്ന സുവിശേഷം പറയുന്നത് സാത്താനെ ബന്ധിച്ചാലേ സാധിക്കുകയുള്ളൂ. അതിനു മുമ്പ് മറ്റു മതങ്ങളെല്ലാം, അതിനു മുമ്പ് ഇപ്പോഴും മറ്റനേക മതങ്ങളും പ്രസ്ഥാനങ്ങളും ഗോത്രങ്ങളും എല്ലാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പിശാചുക്കളുടെ ശല്യം ഒഴിവാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരത് മുഴുവൻ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രശ്നം തീർക്കാൻ, ഒരു വ്യക്തിയിലുള്ള അസ്വസ്ഥത തീർക്കാൻ, ഒരു രോഗം മാറ്റാൻ, ഒരു വീട്ടിലെ ഒരു പറമ്പിലെ പ്രശ്നങ്ങൾ തീർക്കാൻ, അതിനുവേണ്ടി കുറേ കർമ്മങ്ങളും ക്രിയകളും ചെയ്തു നോക്കുകയാണ്. അതിനപ്പുറം അവർക്ക് അതേപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ, തിരിയുന്നില്ലായിരുന്നു. പക്ഷെ ഈശോ വന്നപ്പം ഈ ബഹിഷ്കരണ പ്രക്രിയയെ ഈശോ വേറൊരു ആശയമായിട്ട് ബന്ധിപ്പിച്ചു. ഏതാണ് ആശയം? ദൈവരാജ്യം. ഞാൻ പിശാചിനെ ബഹിഷ്കരിക്കുന്നത് ദൈവരാജ്യം കടന്നു വരുന്നതിൻ്റെ അടയാളമായിട്ടും ഒരു ആയുധമായിട്ടുമാണ്. ഇത് വ്യക്തമായിട്ട് പഠിപ്പിച്ച ആദ്യത്തെ വ്യക്തി ഈശോയാണ്. അല്ല, ഏറ്റവും വ്യക്തമായിട്ട് ഇത് പഠിപ്പിക്കുന്ന വിശ്വാസം ക്രൈസ്തവ വിശ്വാസമാണ്. ലോകമതങ്ങളിൽ ഒരു ഔദ്യോഗികമായ ബഹിഷ്കരണ പ്രാർത്ഥനയുള്ള ഏക മതം ക്രൈസ്തവ മതമാണ്. അത് കത്തോലിക്ക സഭയാണ്. കത്തോലിക്ക സഭയ്ക്ക് ഒരു റൈറ്റ് ഓഫ് മേജർ എക്സോസിസം ഉണ്ട്. അത് 400 വർഷത്തിലധികമായിട്ടുള്ളതാണ്. കാലാകാലങ്ങളിൽ പുതുക്കിയിട്ടുണ്ട്. അവസാനം ഈ 2004 അത് പുതുക്കി വീണ്ടും എടുത്തിട്ടുണ്ട്. ഇത് വേറെ ഒരു സഭയിലും മറ്റ് ക്രൈസ്തവ സഭകളിൽ പോലും അങ്ങനെ ഒരു കൃത്യമായ ക്രമമില്ല. കത്തോലിക്ക സഭ കൃത്യമായിട്ടുണ്ട്. ഔദ്യോഗികമായ കാനൻ നിയമത്തിൽ ഇതേപ്പറ്റി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ചെയ്യണം. ഒരു 30ഓളം കണ്ണികളിലൂടെ ഈ ക്രമം ചെയ്യാനുള്ള വിശദീകരണ കുറിപ്പുകളും ആ പ്രാർത്ഥനയ്ക്കൊപ്പം സഭ നൽകുന്നുണ്ട്. ഇത്രയും കൃത്യമായിട്ട് ഈ കാര്യത്തെപ്പറ്റി പ്രബോധനവും വ്യക്തതയും വേറെ ഒരിടത്തും ഇല്ല. ലൂക്കാ 4:16 മുതൽ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനം കൊടുക്കാൻ, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം. ഈശോയുടെ 3 വർഷത്തെ ശുശ്രൂഷയിൽ ഈശോ ഏതെങ്കിലും കെട്ടിയിട്ടിരുന്ന കന്നുകാലി അഴിച്ചുവിട്ടതായിട്ടോ അല്ല ജയിലിൽ കിടന്ന തടവുകാരെ അഴിച്ചുവിട്ടതായിട്ടോ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈശോ പിന്നെ എന്തിനാ ഇങ്ങനെ പറഞ്ഞു? ബന്ധിതർക്ക് മോചിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ആത്മീയ ബന്ധനം, പിശാചിൻ്റെ ബന്ധനത്തിൽ കഴിയുന്നവരെ മോചിപ്പിക്കാൻ, അത് തന്നെയാണ് ഈശോ അർത്ഥമാക്കിയിരിക്കുന്നത്. ഇവിടെ അതേ സുവിശേഷകൻ ഈശോയുടെ ഈ സംഭവം പറയുമ്പോൾ ഈശോ പറഞ്ഞ് സ്ഥാപിച്ചിരിക്കുകയാണ്, 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ ഇവളെ അഴിച്ചുവിടേണ്ടതില്ലയോ? ബന്ധിതർക്ക് മോചനം നൽകാൻ, അവരെ അഴിച്ചുവിടാൻ ഞാൻ വന്നിരിക്കുന്നു. അവിടെ ബന്ധനമെന്ന് പറയുന്നത് സാത്താൻ്റെ ബന്ധനമാണ്. അത് അഴിച്ചുവിടാൻ ഞാൻ വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിനാലാണ് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അങ്ങനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മളപ്പുറത്ത് കണ്ടു മത്തായി 12:28 എന്നാൽ ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഒരു ബന്ധത്തിലൂടെ ഈ കാര്യങ്ങളെ ഈശോ അവതരിപ്പിക്കുകയാണ്. ഈ രംഗങ്ങളിലെല്ലാമുള്ള ഏറ്റവും മനോഹരമായിട്ട് ലളിതമായ
ഏറ്റവും പ്രാക്ടിക്കലായ പ്രബോധനം നമ്മളിവിടെ കാണുകയാണ്. ഞാൻ മറ്റ് ലോക മനുഷ്യചരിത്രം മുഴുവനിലേക്കും എത്തി നോക്കിക്കൊണ്ട് തന്നെ ഈ കമൻ്റ് അങ്ങനെ പറയുന്നത്.